This news is brought to you by ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ചെറുപുഴ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പൊതുസമ്മേളനവും UDF പ്രകടന പത്രിക പ്രകാശനവും തിങ്കളാഴ്ച പുളിങ്ങോത്ത് വെച്ച് നടന്നു. UDF ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ മനോജ് വടക്കൽ സ്വാഗതം ആശംസിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA പ്രകടന പത്രിക പ്രകാശനവും പൊതുസമ്മേളനവും ഉദ്ഘാടനവും നിർവഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, മുസ്ലിം ലീഗ് നേതാവ് അലി മങ്കര, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട, ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, മുൻ KPCC മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK സുരേഷ് കുമാർ, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തങ്കച്ചൻ കാവാലം, മുസ്ലിം ലീഗ് നേതാവ് AG മുത്തലീബ്, ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചെമ്പരത്തി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രകടന പത്രിക മീഡിയ കമ്മിറ്റി ചെയർമാൻ ശ്രീനിഷ് TP നന്ദി രേഖപ്പെടുത്തി. കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് മുഴങ്ങിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആർക്കും അത് അങ്ങനെയൊന്നും വിളിച്ചു പറയാൻ സാധിക്കില്ല. ഞാൻ എന്റെ ഇടതുപക്ഷത്തിന്റെ സഹപ്രവർത്തകരോട് പറയട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട് ഭരിച്ച് മുന്നോട്ട് പോകുമ്പോ ഇടതുപക്ഷത്തോട് പോലും നീതി പുലർത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഐക്യ ജനാധിപത്യങ്ങളോട് പറയുമ്പോ അത് അങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് വിളിച്ചു പറയാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കാണുന്നത് 4 മാസം കഴിഞ്ഞ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾക്ക് അനുകൂലമായി നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം വിനിയോഗിക്കപ്പെടേണ്ട ഒരു സെമി ഫൈനലായി, ഒരു ഷോർട്ട് ട്രീറ്റ്മെന്റായി മലയാളി സമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം സംഘടിപ്പിക്കുകയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത്. കാസർഗോഡ് മാത്രമല്ല, മലബാറിലെ പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിലെല്ലാം 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യം. ആ സാഹചര്യം ഉണ്ടായത് വെറുതെയല്ല. കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണം, ജനാധിപത്യ വിശ്വാസമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹം, അതോടൊപ്പം തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ, നയങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഷേധത്തിന് കാരണമായ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടമായി ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സംസ്ഥാനമാക്കി മാറ്റി. പെരുന്നാൾ വരുമ്പോഴൊക്കെ ഗവൺമെന്റ് സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇടപെടും, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തും, മാർക്കറ്റിൽ ഇടപെടും. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടി മാവേലി സ്റ്റോർ വഴി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് വഴി, റേഷൻ കട വഴി, കൺസ്യൂമർ സ്റ്റോർ വഴി എല്ലാം വില കുറച്ച് സബ്സിഡി റേറ്റിൽ സാധനങ്ങൾ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയംഗം KPCC പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലാണ് 2000 കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഇനിയും നിരവധി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ വഴിമാറുന്നു. നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഏത് വിധനെയും വീണ്ടെടുക്കും. ഒരു തരത്തിലുള്ള പഴുതുമില്ലാത്ത തരത്തിൽ അതിശക്തരായ ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ബഹുദൂരം മുന്നിൽ നിന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ
ഐക്യ ജനാധിപത്യ മുന്നണി ചെറുപുഴ പഞ്ചായത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിച്ച നമ്മുടെ നേതാക്കളുടെ സമയം ഞാൻ അവഹരിക്കുന്നില്ല. ഒരുപാട് പരിപാടികൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ദീർഘകാലം കേരളത്തിന്റെ KPCC പ്രസിഡന്റുമായിരുന്ന ബഹുമാന്യനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. കോൺഗ്രസുകാരും UDFകാരും എല്ലാം ഒറ്റക്കെട്ടാണ്, റിബലുകളില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. കാരണം കേരളത്തെ നമുക്ക് രക്ഷിക്കണം. 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം ഈ സംസ്ഥാനത്തെ സകല മേഖലകളെയും തകർത്തിരിക്കുക. അതുകൊണ്ടാണ് പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഭരണം ആർക്ക് വേണ്ടിയുള്ള ഭരണമാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ഭരണത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ലക്ഷക്കണക്കിന് വോട്ട് നമ്മൾ ജയിച്ചതിന്റെ കാരണം എന്താണ്? CPMന്റെ വലിയ വിഭാഗം നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. വിശ്വാസം നഷ്ടപ്പെട്ട നേതൃത്വമാണ് CPMന്റേത്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനും സ്വച്ഛാധിപത്യത്തിനുമെതിരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായിരുന്നു. ഇപ്പോഴും ഈ ഭരണത്തിന്റെ കെടുതിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എനിക്കൊരു സംശയവുമില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന കാര്യം. എല്ലാ മേഖലയും തകർന്നില്ലേ? ചെറുപുഴ ഒരു കാർഷിക മേഖലയാണ്. റബ്ബറിന് 250 രൂപ താങ്ങുവില നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു. 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. UDF ഗവൺമെന്റാണ് റബ്ബറിന്റെ താങ്ങുവില നൽകാൻ തീരുമാനിച്ചത്. എത്ര വിലയിടിഞ്ഞാലും നമ്മൾ കർഷകന് പണം കൊടുക്കുന്ന പദ്ധതിയാണ്. കാർഷിക മേഖലയുടെ തകർച്ച, വന്യജീവികളുടെ അക്രമം കാരണം കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഇതിൽ നിന്ന് രക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? ഏറ്റവും അവസാനം നിയമസഭയിൽ അവർ കൊണ്ടുവന്നു, ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നു. അത് ആളുകളെ കളിപ്പിക്കാനാണ്. വനാവകാശ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് അത് ഭേദഗതി വരുത്തണമെങ്കിൽ നിയമസഭയ്ക്ക് കഴിയില്ല, പാർലമെന്റിനെ കഴിയൂ. എന്താണ് കാരണം എന്നുള്ളത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമായിരുന്നു. ഇന്ന് കേരളത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുകയാണ്. ഇന്നൊരു മകൻ അഡ്വക്കേറ്റ്, ഒരു അച്ഛനെ വെട്ടിക്കൊടുങ്ങി. ഒരു അഡ്വക്കേറ്റ്, ഒരു അച്ഛനും മയക്കുമരുന്നാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം മദ്യവും മയക്കുമരുന്നുമാണ്. കേരളത്തിൽ മദ്യം ഒഴുകുകയാണ്, മയക്കുമരുന്ന് ഒഴുകുകയാണ്. അമ്മയെ കൊന്നിട്ട് പറയുന്നു, മകൻ എനിക്ക് ജന്മം തന്നതിനുള്ള പ്രതികാരമാണ് ഞാൻ ചെയ്യുന്നത്. കൂട്ടക്കൊലകൾ നടക്കുന്നു. ഈ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് ഈ മാഫിയകളെ അമർച്ച ചെയ്യാൻ കഴിയും. അത് നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ജനങ്ങൾ എങ്ങനെ ജീവിക്കണം? ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. സമൂഹത്തിൽ വളർന്നു വരുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ട ഗവൺമെന്റ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. വിലക്കയറ്റം,
ഈ വിലക്കയറ്റത്തിന്റെ ഉത്തരവാദി ആരാണ്? ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണക്കാണ്. വിലക്കയറ്റത്തിൽ നിന്ന് കേരളത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ? കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല. പക്ഷേ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ്. മാവേലി സ്റ്റോറിൽ ചെന്ന സാധനമുണ്ടോ? തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.